ദുബായ് ബേസ്ഡായിട്ട് എന്താ ചെയ്യുന്നത്? ദുബായിൽ ഞങ്ങൾക്കൊരു ഫാബുലസ് ഫുഡ് സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അതിപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടുത്തെ ഈ ക്വാളിറ്റി ഫുഡിൻ്റെ ഒരു ചെറിയ രൂപമാണ് അവിടുത്തെ. ഇവിടുത്തെ അത്രയൊന്നും ഓപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടേക്കും അതേപോലെ കുവൈത്തിലും നമുക്കൊരു സ്ഥാപനമുണ്ട്. പിന്നെ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അവിടേക്കൊക്കെ ഉള്ള അവിടെ നിന്നുള്ള എക്സ്പോർട്ട് ഈ കമ്പനി ത്രൂവാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഈ ഫാബുലസ് ഫുഡ് സ്റ്റഫ് ത്രൂ. അപ്പോൾ അവിടെയൊക്കെ യാത്ര ചെയ്യാറുണ്ടാവുമല്ലേ? ദുബായ്, കുവൈറ്റ് പോകാറുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ വിദേശത്ത് പിന്നെ നമുക്ക് ബാംഗ്ലൂരിൽ നമുക്കൊരു എഞ്ചിനീയറിംഗ് കമ്പനി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ജനുവരിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അവിടെയും തന്നെ ഞങ്ങൾ ഈ പിന്നെ ബാംഗ്ലൂരിൽ ഓഫീസ് ബാംഗ്ലൂരിലാണ്. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഫാക്ടറി ഹുസൂർ എന്നുള്ളത് ഈ ഇതിൻ്റെയും കർണാടകൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടെ ബോർഡറിലാണ് ഈ ഹുസൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഞങ്ങളെ ഇതിൻ്റെ ഫാക്ടറി. കാരണം ഒരുപാട് ഇൻഡസ്ട്രീസ് അവിടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ വർക്കും കൂടെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെ തുടങ്ങിയത്. അവിടെ 2 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു എൻജിനീയറിങ്ങിൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ ഈ സാൻഡ് ബ്ലാസ്റ്റിങ്ങുമായിട്ടുള്ള ആ യൂണിറ്റൊക്കെ ഞങ്ങളവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള ഇനിയിപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് പിന്നെ ദമാമിലും അതേപോലെ തന്നെ മസ്കത്തിൽ പിന്നെ റുവി എന്നുള്ള സ്ഥലത്തും ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെയും എല്ലായിടത്തും പോകാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ഹോളിക്ക് ആയതുകൊണ്ട് പിന്നെ എല്ലായിടത്തും എത്തിപ്പെടേണ്ടത് ആവശ്യമാണല്ലോ. ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞു? അങ്ങനെ ബിസിനസ് മൈൻഡ് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടല്ല പഠിക്കുന്നത്. ചിലർ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ചെറിയൊരു ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? അതൊക്കെ അങ്ങനെ ചില വ്യവസായികളായിട്ട് സംസാരിക്കുമ്പോൾ പറയും അങ്ങനെ ഒരു ഉള്ളിനുള്ളിൽ കിടക്കുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞു. അത് ഇപ്പം അങ്ങനെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. പിന്നെ പഠിക്കുന്ന സമയത്ത് കൂടുതലും ശ്രദ്ധ അതിലായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ അവർക്കൊക്കെ ചെറിയ മട്ടത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നതാണ് നാട്ടിൽ തന്നെ. അന്നത്തെ ബിസിനസ്സും ഇന്നത്തെ ബിസിനസ്സും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഇപ്പോഴത്തെ എക്സ്പീരിയൻസും അതും വ്യത്യാസമാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ നമ്മളുടെ ആ ഒരു സാഹചര്യം, ഖത്തറിൻ്റെ ആ ഒരു വളർച്ചയിൽ ഉള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് പിന്നെ അതിനുള്ള പ്രചോദനം നൽകിയിട്ടുണ്ട്. ഈ വ്യാവസായിക രംഗത്ത് ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മറുനാടൻ മലയാളിയാണ് താങ്കൾ. പുതിയ സ്വപ്നം എന്താണ്? ഇനിയുള്ള ഡ്രീം? തീർച്ചയായിട്ടും നമ്മുടെ ഡ്രീം നമ്മളുടെ ഈ ബിസിനസ് മേഖല തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഡ്രീമുള്ളത്. ഒരുപാട് മേഖലകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു പല ഇതിൽ. ഇനി പുതിയ ഇതായിട്ട് കൂടി അല്ല, ഇതിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് മേഖല നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിലപ്പുറം ഒരുപാട് ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും. ആര് നമ്മളെ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ആര് വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രയാസം പറയുമ്പോൾ ഓക്കെ പാസ്പോർട്ട് കോപ്പി ഇങ്ങോട്ട് അയക്കുന്നേ പറയുള്ളൂ. നമ്മൾ വേറെ മറ്റുള്ള കണ്ടീഷൻസൊക്കെ ഇവിടെ വന്നിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അവർ ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ഈ ഒരു മേഖലകളിൽ നമ്മളെ ഈ വളർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് ജോലി ചെയ്യാനും ജോലി കൊടുക്കാനും നമുക്ക് പിന്നെ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് ചെറിയ ബിസിനസ്സായിട്ട് നിൽക്കുമ്പോൾ അത്തരം റിക്വയർമെൻറ്റ്സ് ഉണ്ടാവില്ല. നമ്മൾ ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴാണ് പിന്നെ കൂടുതൽ ആളുകൾ നമ്മളോട് ഇത്തരം സഹായങ്ങൾ ഇപ്പം മിക്കവാറും വരുന്ന ഫോൺ കോൾസൊക്കെ ജോലി പിന്നെ അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം സഹായങ്ങൾ അന്വേഷിച്ചിട്ടോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ മുഖവിലൊക്കെ എടുത്ത് അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും നമ്മളുടെ ഡ്രീംസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. ദോഹയിലെ ജീവിതം എങ്ങനെയാണ് ശരിക്കും ആസ്വദിച്ച് മുന്നോട്ട് പോകുകയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഇത് നമ്മളെ ആക്ടിവിറ്റീസായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൽ കൂടെ ഇതേപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ആക്റ്റീവായിരിക്കും. കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണ് അവിടെ? ചാരിറ്റബിൾ കൾച്ചറൽ ഉണ്ട്. ഇവിടെ ഇപ്പം പിന്നെ ICBF ഇപ്പത്തിന് ഇടുന്ന ഒരു പിന്നെ കിഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. മലയാളികളുടെ ഇന്റർ കേരള ഫുട്ബോൾ ടൂർണമെൻ്റ് എന്നാണ് പറയുക. പിന്നെ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം എന്നുള്ളൊരു പിന്നെ സംഘടനയാണ് അത് നടത്തുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കളി എല്ലാ ആഴ്ചകളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കളി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ 4th വ്യാഴവെള്ളി മാത്രമേ മറ്റു ദിവസങ്ങളൊക്കെ എല്ലാവർക്കും ജോലി ഉള്ളതുകൊണ്ട് ഈ 2 ദിവസങ്ങളിലാണ് അവിടെ ഇതിൻ്റെ കളി നടക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ കിക്ക് ഓഫ് കഴിഞ്ഞു. എൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു. അതേപോലെയുള്ള ഒരുപാട് ഇത്തരം ഈ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള
സംഘടനകളായിട്ടൊക്കെ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല, എങ്ങനെയാണ് മക്കൾ? എനിക്ക് 2 മക്കളാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വളാഞ്ചേരി കാവുമ്പർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളാഞ്ചേരി വലിയ ദൂരമല്ല, കോട്ടയ്ക്കല്ല, അടുത്ത് തന്നെയാണ്, വളരെ അടുത്ത് തന്നെയാണ്. പിന്നെ വൈഫിൻ്റെ പേര് സഫിയ. പിന്നെ മോന് ഇപ്പം മലേഷ്യയിലാണ്, കോലാലംപൂരിൽ, അവിടെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പുള്ളി കൊമേഴ്സ് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ മോള് ഇവിടെ MES സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അപ്പം മോനെ ശരിക്കും ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാം, വാപ്പ എടുത്തു വിട്ടാൽ കൊമേഴ്സ് എടുത്തിട്ട് അല്ലേ? അതന്നെയാണ് നമ്മളെ ഡ്രീം. അതന്നെയാണ് പുള്ളിയും തയ്യാറെടുക്കുന്നത്. അതന്നെയാണ് പുള്ളിക്ക് താല്പര്യം, കൊമേഴ്സാണ്. അത് കോലാലംപൂർ അവിടെ സ്പെഷ്യാലിറ്റി? അവിടെ സ്പെഷ്യാലിറ്റി അല്ല, അവിടെ കോലാലംപൂർ നല്ലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഇവിടുത്തെ അതേ സബ്ജക്റ്റിനെയാണ്, ഇവിടെയുള്ള സബ്ജക്റ്റിനാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നല്ല ഫസ്റ്റ് ഇയർ ഇവിടെ പഠിച്ചു, സെക്കൻഡ് ഇയറിന് അങ്ങോട്ട് പോയി. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മാസ്റ്റർ എടുക്കാൻ UK അതേ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ, UK യൂണിവേഴ്സിറ്റിൻ്റെ ഇതിലാണ് ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. മലേഷ്യയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടാവും അല്ലേ? മലേഷ്യയിൽ ഞാൻ ബിസിനസ് പർപ്പസിന് ഞാൻ 1 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യം അവിടെ ഞാൻ മോൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തത്. മലേഷ്യ വളരെ നീറ്റ് സിറ്റി അല്ലേ? വളരെ നല്ലൊരു സ്ഥലമാണ്. നല്ല എയർപോർട്ട്, നല്ല ക്ലീൻ സിറ്റിയാണ്. നല്ല ക്ലീൻ സിറ്റിയാണ്. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഒരു നല്ലൊരു സിറ്റിയാണ്. എന്തായാലും വളരെയധികം അറ്റ് എ ടൈമിൽ ഒരുപാട് വ്യവസായം ചെയ്യുന്നൊരു വ്യക്തിയാണ് താങ്കൾ ശംസുദ്ദീൻ. എന്നിട്ട് ഈ ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മരുഭൂമിയിലെ യാത്രയിലേക്ക് ഇത്രയും സമയം സംസാരിക്കാൻ അവസരമുണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ പുതിയ സ്വപ്നങ്ങൾ, ഇനിയും ഒരുപാട് പല ഐഡിയാസും കൺസെപ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഗംഭീരമാകട്ടെ. എല്ലാം ഒത്തിരി നല്ലത് വരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. നന്ദി, നമസ്കാരം. കേരള വിഷന് ക്വാളിറ്റി ഗ്രൂപ്പിൻ്റെയും എൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. കോട്ടയ്ക്കൽ സ്വദേശി ശ്രീ ശംസുദ്ദീനുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹം ദോഹ നഗരത്തിൽ 21 വർഷക്കാലത്തെ പരിചയസമ്പന്നനായ, ഇപ്പോൾ ദോഹ നഗരത്തിലെ മലയാളികളിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖൻ, അദ്ദേഹത്തിന് അനുഭവങ്ങൾ പങ്കിട്ടു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദോഹയിലെ മറ്റൊരു വ്യവസായിയുമായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി: ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.